അച്ഛനും ചെറിയൊരു സ്ക്രീനില് സ്വിമ്മിങ്ങിന്റെ കോമ്പറ്റീഷനൊക്കെ കാണിക്കുകയായിരുന്നെങ്കിലോ, സഞ്ജയ് എത്തി കഴിയുമ്പോഴത്തേക്കും അതൊക്കെ കാണിക്കുകയല്ലായിരുന്നു എന്ന രീതിയിലൊക്കെ നിൽക്കുകയാണ്. പക്ഷേ അച്ഛൻ എന്തിനാണ് ഇത്രയ്ക്ക് കഷ്ടപ്പെട്ടൊക്കെ ഇത് കാണുന്നത്? അച്ഛന് ടിവി എങ്ങാനും കണ്ടാൽ പോരെ എന്നൊക്കെ സഞ്ജയ് ചോദിക്കുമ്പോഴത്തേക്കും ടിവിയും കേടായിട്ടിരിക്കുകയാണെന്നൊക്കെ അച്ഛനും പറയുന്നു. എങ്കിൽ പോലും അച്ഛൻ പറഞ്ഞ എല്ലാം തന്നെ തെറ്റായിരുന്നു എന്ന് തെളിയിച്ച് അവനും ടിവിക്ക് ഓൺ ചെയ്യുകയാണ്. ഒരു കലണ്ടറില് അച്ഛന് മരിച്ചതിന്റെ വാർഷികമൊക്കെ അടയാളപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു സോളും. അങ്ങനെയിരിക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോളൊക്കെ അവൾക്കും വരുന്നത്. അവളും സ്റ്റേഷനിലെത്തി കഴിയുമ്പോഴത്തേക്കും അവളുടെ പേഴ്സൊക്കെ അവിടെ നിന്നും കിട്ടുന്നു. അവൾ നേരത്തെ വെള്ളത്തിലൊക്കെ വീണിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പരിസരത്ത് നിന്നുമായിരുന്നു അവളുടെ പേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവളുടെ ഫോൺ കിട്ടിയില്ല എന്ന കാര്യമൊക്കെ പോലീസ് അറിയിക്കുമ്പോഴത്തേക്കും കള്ളു കുടിച്ചൊരാൾ എന്നെ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഒരു പക്ഷെ അയാളായിരിക്കും അതൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ടാക്കുക എന്നൊക്കെ സോളും പറയുന്നു. പക്ഷെ പോലീസും അതൊന്നും തന്നെ അത്രയ്ക്ക് കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇനി സോളും അവിടെ ഉണ്ടായിരുന്ന ഫോണിൽ നിന്നും അവളുടെ ഫോണിലേക്കൊക്കെ കോൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും ഒരാൾ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു കോളും കട്ട് ചെയ്യുന്നു. ഫോണൊക്കെ നഷ്ടപ്പെട്ട കാര്യം അമ്മയെ അറിയിക്കുകയാണെങ്കിൽ ആകെ പ്രശ്നമാക്കുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന അവളും തിരിച്ച് ഫോണൊക്കെ നഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് എത്തുകയാണ്. പക്ഷെ ഒരു ആൾക്കൂട്ടമൊക്കെ ആയിരുന്നു അവളും കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്ഥലത്ത് നിന്നും ഡെഡ് ബോഡിയൊക്കെ കണ്ടെടുക്കപ്പെട്ടു എന്നതായിരുന്നു യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം. അങ്ങനെയിരിക്കെ അവളും അവിടെ നിന്ന് പോകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ഒരു കീച്ചേന്റെ സൗണ്ടൊക്കെ അവളും കേൾക്കുന്നു. ഈ ഒരു സൗണ്ട് ആകട്ടെ ഇതിനു മുമ്പ് ആക്സിഡന്റ് നടക്കുന്ന സമയത്തും താൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നൊരു തോന്നലൊക്കെ അവൾക്കും തോന്നുകയാണ്. ഈ ഒരു സമയത്ത് ആ കീച്ചൻ യൂസ് ചെയ്തിട്ട് ഒരു ടാക്സിയും പുറപ്പെടുന്നു. സോളിന്റെ ഫോണും അതേ ടാക്സി ഡ്രൈവറുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. സോളും ഫോണൊക്കെ നഷ്ടമായ കാര്യം അമ്മയോട് പറയുന്നുണ്ടെങ്കിലും അമ്മ അത് വലിയ കാര്യമാക്കുന്നില്ല. അമ്മയാകട്ടെ CSATയുടെ എക്സാം ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവൾക്കും പുതിയ ഫോണൊക്കെ മേടിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അമ്മയും അവൾക്ക് വേണ്ടി ആപ്പിളൊക്കെ മേടിക്കുന്ന സമയത്താകട്ടെ ഇതിനു മുമ്പ് ആപ്പിളുമായിട്ട് കാലൊന്നും വയ്യാത്ത അവളെയും എടുത്തുകൊണ്ട് അമ്മ വന്നതിനെ കുറിച്ചൊക്കെയാണ് അവളും ഓർക്കുന്നത്. അമ്മ ഇപ്പോഴും ചെറുപ്പമല്ലേ, അങ്ങനെ ഇരിക്കെ ഹാൻസം ആയിട്ടുള്ള പണക്കാരായിട്ടുള്ള ഏതെങ്കിലും ഒരാളെ ഡേറ്റ് ചെയ്യുവാനൊക്കെ അവസരം കിട്ടുകയാണെങ്കിൽ അമ്മയായിട്ട് അതൊന്നും ഒഴിവാക്കേണ്ടതായിട്ടില്ല എന്നൊക്കെയാണ് സോളം അമ്മയ്ക്ക് പറഞ്ഞൊക്കെ കൊടുക്കുന്നത്. പക്ഷെ അമ്മയും സോളിന്റെ അച്ഛനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഒളിമ്പിക്സിലെ വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ ഒക്കെ നടക്കുകയാണ്. നമ്മുടെ സോളിന്റെ ചേട്ടനും അതുപോലെ തന്നെ സൺഷയും ഒരേ കടയിലൊക്കെ വന്നിരുന്ന ആ ഒരു മത്സരവും കാണുന്നു. മത്സരത്തിൽ കുറെ വിജയിക്കുന്നത് കൊണ്ട് തന്നെ ചേട്ടനും സഞ്ജയും വളരെയധികം സന്തോഷത്തിൽ അതൊക്കെ എൻജോയ് ചെയ്യുകയാണ്. അതിനെല്ലാം ശേഷമായിരുന്നു അടുത്തുണ്ടായിരുന്ന ആൾ ആരാണെന്നൊക്കെ ചേട്ടൻ നോക്കിയതും. നീയല്ലേ എന്റെ അനീതിയെ കൊണ്ട് മദ്യമൊക്കെ കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചുകൊണ്ട് ചേട്ടനും അവനോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഇരിക്കെ ചേട്ടനാകട്ടെ ഇപ്പോൾ വലിയ ആളാണെന്നുള്ള രീതിയിൽ മിലിറ്ററിക്കാരെ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ സഞ്ജയനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. നീ സോളിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്നൊക്കെ സഞ്ജയുടെ അടുത്ത് ചേട്ടൻ ചോദിക്കുമ്പോഴത്തേക്കും അത് ഞാനല്ല എന്ന മറുപടിയൊക്കെ ആയിരുന്നു സഞ്ജയം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് ആരാണെന്ന് കൂടി ചേട്ടൻ ചോദിക്കുന്നു. തീപിടുത്തമൊക്കെ ഉണ്ടായ സമയത്ത് സോളിന്റെ ഒപ്പം വന്നയാളായിരുന്നു ശരിക്കും അവളുടെ ബോയ് ഫ്രണ്ട്. എന്തായാലും ആള് പൊളിയാണ്. അവൻ എന്തൊരു ഹാൻസം ആണ്, അവന്റെ ഡ്രസ്സിങ്ങും എനിക്ക് ഇഷ്ടപ്പെട്ടു. പോരാത്തതിന് തീയൊക്കെ കെടുത്തുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ലല്ലോ, അത്രത്തോളം ധീരമായിട്ടുള്ളൊരു കാര്യമൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിൽ അവനെ ഇഷ്ടമായെന്നാണ് ചേട്ടനും അറിയിക്കുന്നത്. വീണ്ടും സഞ്ജയുടെ അടുത്ത് മിലിറ്ററിക്കാരെ ഡിസിപ്ലിനൊക്കെ പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ ചേട്ടൻ സംസാരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് ഓടിയെത്തുന്ന സോളും ചേട്ടനെ ചീത്തയൊക്കെ വിളിക്കുന്നു. അങ്ങനെ ഇരിക്കെ ചേട്ടനും സോളിനെ ഒന്ന് കൈകാര്യം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും അവിടെ എത്തുന്ന അമ്മയും രണ്ടു പേർക്കിട്ട് നല്ല തല്ലൊക്കെ വെച്ച് കൊടുക്കുകയാണ്. പിന്നീട് അവരുമായിട്ട് അമ്മ പോകുന്ന സമയത്തും സഞ്ജയുടെ അടുത്തുള്ള ദേഷ്യമൊന്നും കുറയ്ക്കുവാനായിട്ട് ചേട്ടൻ തയ്യാറായിരുന്നില്ല. ഇനി സോളും അവന് ടാറ്റയൊക്കെ നൽകിയിട്ടാണ് പോകുന്നതും. ടൈസൺ വളരെ ഹാൻസം ആണെന്നൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അതൊന്നും അംഗീകരിക്കാതെ ഇരിക്കുകയായിരുന്നു സഞ്ജയും. അങ്ങനെ ഇരിക്കെ അവനും ടൈസങ്ങിന്റെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും 1,00,000 ആൾക്കാര് ആ ഒരു പേജിൽ കയറിയിട്ടുണ്ടെന്നുള്ള ഒരു നോട്ടിഫിക്കേഷനും അവൻ കാണുന്നു. അവനും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴായിരുന്നു അത് 1,00,000 ഒക്കെ ആയതും. അതുകൊണ്ട് തന്നെ ടൈസങ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് പോലെയൊക്കെ ഇപ്പോൾ സഞ്ജയ്ക്കും അയച്ചു കൊടുത്തിരിക്കുകയാണ്. നിനക്ക് എന്റെ പേജൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ടൈസങ്ങും അവന് മെസ്സേജ് അയച്ചു നോക്കുന്നു. ഇതിലും വലിയ നാണക്കേടൊന്നും ഇനി വരുവാനില്ല എന്ന് വിചാരിച്ച് സഞ്ജയും ഇരിക്കുകയാണ്. ഇപ്പോൾ ടൈസങ്ങും സഞ്ജയ് എന്ത് ക്യൂട്ടും ഹോട്ടുമാണെന്നൊക്കെ ഓർത്തുകൊണ്ടും ഇരിക്കുന്നു. ടൈസങ്ങും സോളിനെ കോൾ ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഫോൺ നഷ്ടപ്പെട്ടതൊന്നും അറിയാതെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് അറിയുമ്പോൾ അവനും കോളൊക്കെ കട്ട് ചെയ്യുന്നു. പ്രാക്ടീസ് ഒക്കെ നടക്കുവാനായിട്ട് പോകുകയാണ്. പക്ഷെ ഇതുവരെയായിട്ടും ടൈസങ് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇൻഹുക്കും ഇപ്പോൾ ടൈസങ്ങിനെ കോൾ ചെയ്ത് എത്രയും വേഗം പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്തേക്കൊക്കെ എത്തുവാനായിട്ട് പറയുന്നു. അവരുടെ കൂടെയുള്ള പാട്ടുകാരനാകട്ടെ അമ്മ അറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തിരിച്ച് വീട്ടിലൊക്കെ പോകേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞ് അമ്മേനെ പേടിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ടീമാണ്. അങ്ങനെ ഇരിക്കെ അവൻ പാടുന്നത് വളരെ മോശമായിരുന്നത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവനെ മാറ്റിയിട്ട് സഞ്ജനെ വല്ലതും പാട്ട് പാടുവാനായിട്ട് വിളിപ്പിക്കണമെന്നൊക്കെ ഇൻഹുക്കും ഓർക്കുകയാണ്.
അച്ഛന്റെ ചരമവാർഷികത്തിന്റെ ചടങ്ങുകളൊക്കെ നടത്തുകയായിരുന്നു സോളോ ഫാമിലിയും. അങ്ങനെയിരിക്കെ സൺഷൈനെയും എന്നെയും എനിക്ക് രക്ഷിക്കുവാനായിട്ട് സാധിക്കുമോ എന്ന സംശയമൊക്കെ ഇപ്പോൾ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനും എന്നെ സഹായിക്കാമോ എന്നൊക്കെയാണ് അവളും പ്രാർത്ഥിക്കുന്നത്. സോളം ഇപ്പോൾ പഴയൊരു സൈക്കിളൊക്കെ എടുക്കുകയാണ്. ഇതിനു മുമ്പ് സനുജയുടെ അടുത്തും എന്റെ അച്ഛന് ഞാൻ സൈക്കിൾ ഓടിച്ച് കാണണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്കും പേടി കാരണം അതൊന്നും ഓടിക്കുവാൻ സാധിച്ചില്ല. ഇനിയെങ്കിലും എനിക്ക് സൈക്കിൾ ഓടിക്കുവാനൊക്കെ പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും സ്വർഗത്തിലിരിക്കുന്ന അച്ഛനും അതൊക്കെ കണ്ടാൽ ഒരുപാട് സന്തോഷമാകുമെന്നൊക്കെ സഞ്ജയ് മറുപടി പറഞ്ഞതിനെ കുറിച്ചും അവളും ഇപ്പോൾ ഓർക്കുകയാണ്. അങ്ങനെ അവളും സൈക്കിളൊക്കെ ഓടിക്കുവാനായിട്ടും ശ്രമിക്കുന്നു. പലതവണ സൈക്കിൾ ഓടിക്കുവാൻ ശ്രമിക്കുന്ന അവൾ പരാജയപ്പെട്ടു പോയതിനു ശേഷം ഒരു തവണയും കൂടി അവൾ റൈഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവളിലേക്ക് സഞ്ജയ് കൂടി എത്തുകയാണ്. അവനും സോളിന് ഇരിക്കുവാനായിട്ട് സീറ്റൊക്കെ താഴ്ത്തി വെച്ച് കൊടുക്കുന്നു. ഇനി നന്നായിട്ട് ഓടിക്കുവാൻ സാധിക്കുമെന്നൊക്കെ അവൾക്കും വിശ്വാസമൊക്കെ നൽകുകയാണ്. നീ എന്നെ സൈക്കിളൊക്കെ ഓടിക്കുവാനായിട്ട് പഠിപ്പിക്കാമോ എന്നൊക്കെ സോളും സഞ്ജയോട് ചോദിക്കുകയാണ്. അവനും ഡ്രില്ലിന്റെ ടീച്ചറൊക്കെ ആക്കുവാനായിട്ടായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. പഠിപ്പിക്കുന്നതിനിടയ്ക്ക് എന്റെ അടുത്ത് നീ ദേഷ്യപ്പെടുമോ എന്നൊക്കെ സോൾ ചോദിക്കുമ്പോഴാകട്ടെ അവൻ ഒരു അത്ലറ്റ് ആയതുകൊണ്ട് തന്നെ അവന് ആവശ്യത്തിൽ കൂടുതൽ ക്ഷമയുണ്ടെന്നായിരുന്നു അവളോടും പറയുന്നത്. അവനും സൈക്കിളൊക്കെ ഓടിക്കുവാനായിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ അവൻ പറയുന്നത് പോലെ ഒന്നും ആയിരുന്നില്ല അവളും ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒടുവിൽ അവനും ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഇതാണോ നിനക്ക് ക്ഷമയുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സോളും തിരിച്ച് ദേഷ്യത്തിൽ തന്നെ അവനോടും ചോദിക്കുന്നു. അവനും കുറച്ചൊക്കെ മയത്തിൽ പറയുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾക്ക് ആകെ ദേഷ്യം വരികയാണ്. ഇങ്ങനെയൊക്കെയാണോ ഒരു ടീച്ചർ ചെയ്യേണ്ടത്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നീ ചെയ്തത് നന്നായി നന്നായി എന്നൊക്കെ പറഞ്ഞ് കോംപ്ലിമെന്റ്സ് നൽകണം. അങ്ങനെ തരികയാണെങ്കിൽ മാത്രമേ ആ ഒരു കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് അവൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത തവണ അവൾ വീണ്ടും സൈക്കിളൊക്കെ ഓടിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും നീ നന്നായി തന്നെ ചെയ്യുന്നുണ്ടേ എന്നൊക്കെ സഞ്ജയ് രണ്ടു മൂന്ന് തവണയൊക്കെ പറഞ്ഞതിന് ശേഷം അവനും പിടിയൊക്കെ വിടുന്നു. അങ്ങനെ പിടി വിടുമ്പോഴാകട്ടെ അവളും മറിഞ്ഞടിച്ചൊക്കെ നിലത്തും വീഴുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ ശ്രമത്തിന് ശേഷം സോളും സൈക്കിളൊക്കെ ഓടിക്കാനായിട്ട് പഠിക്കുകയാണ്. മാത്രല്ല ഇത്തവണ അവൻ പിടിയൊക്കെ വിടുന്നുണ്ടെങ്കിൽ പോലും അവനും അവളുടെ ഒപ്പം തന്നെ ഓടുന്നു. ആ ഒരു നിമിഷമാകട്ടെ അവൾക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത ഒന്നായി മാറിയിട്ടുമുണ്ടായിരുന്നു. എങ്കിൽ പോലും അവളും വീണ്ടും വീണ്ടും സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ടും ഇരിക്കുന്നു. സോളം ഇപ്പോൾ പഠിക്കുവാനായിട്ടൊക്കെ ഇരിക്കുകയാണ്. പക്ഷെ എങ്ങനെ പഠിക്കണം, ഏത് പഠിക്കണമെന്ന ഒരു ഐഡിയയും ഇല്ലാതിരുന്ന അവളും പണ്ട് നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുന്നു. CSIT-യുടെ എക്സാമിനാകട്ടെ മാത്സിന്റെ പ്രോബ്ലംസ് ഒക്കെ വളരെയധികം പാടായിരുന്നു. അതുകൊണ്ട് തന്നെ മാത്സ് ഒന്ന് ഫോക്കസ് ചെയ്യാതെ ബാക്കിയുള്ള സബ്ജക്ട്സിന് മാർക്ക് മേടിക്കാമെന്നാണ് അവളും തീരുമാനിക്കുന്നത്. ഈ ഒരു സമയത്ത് ഹ്യുൻജും പഠിക്കാൻ പോലും സാധിക്കാതെ, അതായത് ബുക്കൊക്കെ തുറക്കുന്ന സമയത്ത് സോളിന്റെ ചേട്ടനെ മാത്രം ബുക്കിന്റെ അകത്തൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. സോളിന്റെ അടുത്തും ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് നമുക്കിന്ന് ഇവിടെ നിന്ന് പോകാമെന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി പഠിക്കുന്നിടത്ത് നിന്നും ഇറങ്ങി കഴിയുമ്പോഴത്തേക്കുമാണ് അവിടെ വെച്ച് ടൈസങ്ങിനെയും അവർ കാണുന്നത്. സൺചിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇൻഹുക്കിനെയും കൂട്ടിക്കൊണ്ട് കടയിലേക്കൊക്കെ എത്തുകയാണ്. അവിടെ എത്തി കഴിയുമ്പോഴാകട്ടെ ഒരു ഡ്രസ്സൊക്കെ കാണുമ്പോഴത്തേക്കും ടൈസങ് ഇടുന്ന ഡ്രസ്സൊക്കെ പോലെ അത് തോന്നിച്ചത് കൊണ്ട് തന്നെ സൺചയും ഇപ്പോൾ ആ ഒരു ഡ്രസ്സൊക്കെ മേടിക്കുന്നു. ഹ്യുൻജു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ടൈസങ്ങിന്റെ ഒപ്പം ഇപ്പോൾ എത്തിയിട്ടുള്ളതെന്നൊക്കെയാണ് സോളും ടൈസങ്ങിനോട് പറയുന്നത്. അപ്പോഴായിരുന്നു അവിടെ വെച്ച് സൺഷൈനെ കൂടി അവൾ കാണുന്നത്. സൺഷയും ടൈസങ്ങും ഇട്ടിരിക്കുന്നത് ഒരേ രീതിയിലുള്ള ഡ്രസ്സാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ ഡേറ്റ് ചെയ്യുകയാണെന്ന് തെറ്റിദ്ധരിക്കുമെന്ന് ടൈസങ്ങും അവനോട് പറയുന്നു. ആ ഒരു ഡ്രസ്സൊക്കെ മാറ്റുവാനായിട്ട് ടൈസങ്ങും സഞ്ജയോട് പറയുന്നുണ്ട്. പക്ഷെ സഞ്ജയ് വളരെയധികം കോൺഫിഡൻസിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി എല്ലാവർക്കുമുള്ള ഡ്രിങ്ക്സ് ഒക്കെ വരുമ്പോഴത്തേക്കും സഞ്ജയും ആ ഒരു ഡ്രിങ്ക്സ് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ പോലും ടേബിളിന്റെ അടുത്ത് തന്നെ എത്തുമ്പോഴത്തേക്കും അതിൽ നിന്നും ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് ടൈസങ് ആയിരുന്നു ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല സോളിന്റെ അടുത്ത് പോയി ടൈസങ് ഇരിക്കുകയും ചെയ്യുന്നു. ഇത്രയും ഹാൻസം ആയിട്ടുള്ള ബോയ്സ് ഒക്കെ ചുറ്റും നടക്കുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയാണ് സോളിന്റെ ചേട്ടനുമായിട്ട് ഇഷ്ടത്തിലാകുക എന്നൊക്കെ വിചാരിച്ച് ഇപ്പോൾ ഹ്യുൻചുവും സഞ്ജയുടെ അടുത്തൊക്കെ സംസാരിക്കുന്നു. ഇനി സോളിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡ്രിങ്ക്സ് ഒക്കെ മാറ്റിയിട്ട് ആ ഒരു ഡ്രിങ്ക്സ് സഞ്ജയ്ക്ക് നൽകുകയാണ്. സഞ്ജയ്ക്ക് എന്റെ അടുത്തൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാനും അവനൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വലിയ ആളാകുവാനായിട്ട് ടൈസൺ പറയുകയാണ്. പക്ഷെ സഞ്ജയും ഞാനത് അപ്പോൾ തന്നെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നീ അതൊന്നും കണ്ടില്ല എന്നൊക്കെ അവനോടും തിരിച്ചു ചോദിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു സോളിന്റെ മുഖത്തുണ്ടായിരുന്ന, അതായത് സോളിന്റെ ചുണ്ടിലുണ്ടായിരുന്ന കുറച്ച് ഡ്രിങ്ക്സിന്റെ പതയൊക്കെ അവനും തൂത്ത് കളയുന്നത്. അതൊന്നും സഞ്ജയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ സിംഗിൾ ആയിട്ടൊക്കെ ജീവിക്കുന്നത് വളരെ വിഷമമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി ഹ്യുൻജുവും ഇപ്പോൾ സഞ്ജയുടെ അടുത്ത് നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. സഞ്ജയും ഗേൾഫ്രണ്ട് ഇല്ല എന്ന് പറയുമ്പോഴാകട്ടെ നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് കൂടി ഹ്യുൻജു ചോദിക്കുകയാണ്. ഈ ഒരു ചോദ്യത്തിന് മറുപടി നൽകുവാനായിട്ട് സഞ്ജയ്ക്കും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ
സഞ്ജയും ടൈസങ്ങും പരസ്പരം നോക്കിയതിനു ശേഷം അവർ രണ്ടുപേരും മത്സരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഡ്രിങ്ക്സും കുടിക്കുന്നു. ഇനി ഒരു പാർട്ടിയൊക്കെ നടക്കുന്ന സ്ഥലം കാണിക്കുകയാണ്. അവിടെ പെർഫോം ചെയ്യുവാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഇൻഹുക്കും ടൈസങ്ങും അടങ്ങുന്ന ടീമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇൻഹുക്ക് എത്തിയതിനു ശേഷം അവരുടെ പാട്ടുകാരനെ വീട്ടിൽ നിന്നും വിടുന്നില്ലാത്തത് കൊണ്ട് തന്നെ അവനിവിടെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുകയില്ല എന്ന കാര്യമൊക്കെ അറിയിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ പ്ലാനൊക്കെ ഫ്ലോപ്പ് ആയല്ലോ എന്ന് വിചാരിച്ച് ടൈസങ് ഇരിക്കുമ്പോഴത്തേക്കുമാണ് പാട്ടൊക്കെ പാടുന്ന മറ്റൊരാളെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഹുക്കും ഒരാളെ കോൾ ചെയ്യുന്നത്. സോളും ഹിഞ്ചും കൂടി ചേർന്നിട്ട് ആ പാർട്ടിയൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സഞ്ജയ് എവിടെ പോയെന്നൊക്കെ സോൾ അന്വേഷിക്കുമ്പോഴത്തേക്കും ആയിരുന്നു സ്റ്റേജിലേക്ക് ടൈസങ്ങിന്റെ ടീമൊക്കെ എത്തുന്നത്. മാത്രമല്ല ആ ബാൻഡ് ഗ്രൂപ്പിന്റെ പേര് എക്ലിപ്സ് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കുമാണ് അവളും സ്റ്റേജിലേക്കൊക്കെ നോക്കുന്നത്. ഇപ്പോൾ ആ ടീമിന്റെ കൂടെ പാട്ടൊക്കെ പാടുവാനായിട്ട് എത്തിയിട്ടുള്ളത് സഞ്ജയാണ്. സഞ്ജയും നല്ല രീതിയിൽ തന്നെ പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും അവനും ഐഡലായിട്ട് പാട്ടൊക്കെ പാടിയതിനെ കുറിച്ചായിരുന്നു അവളും ഓർക്കുന്നത്. അവന്റെ പാട്ടൊക്കെ നേരിട്ട് കാണുന്ന അവൾക്കും സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു പോകുന്നു. പിന്നീട് അവളെ കാത്തൊക്കെ അവൻ നിൽക്കുന്ന സമയത്തായിരുന്നു അവൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ സിഒ ഒക്കെ അവനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. സഞ്ജയോടൊന്ന് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിഒയും അവനെ മാറ്റി നിർത്തി സംസാരിക്കുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും സോളും അവന്റെ അടുത്തേക്കൊക്കെ പോകുവാനായിട്ട് നോക്കുന്നു. പക്ഷെ ആ ഒരു സമയത്ത് തിരക്കിന്റെ ഇടയിൽ പെടുന്ന അവളും വീഴുകയാണ്. ഈ ഒരു സമയത്ത് ടൈസങ് ആയിരുന്നു അവളെ പിടിച്ചിട്ടുമുണ്ടായിരുന്നത്. പക്ഷെ അവളും അതൊന്നും തന്നെ കാര്യമാക്കാതെ പെട്ടെന്ന് തന്നെ സഞ്ജയുടെ പിറകെ ഓടുവാനും നോക്കുന്നു. സഞ്ജയുടെ വീടിന് മുമ്പിൽ കുറെ നേരം കാത്തിരുന്നതിന് ശേഷം സഞ്ജയും ഇപ്പോൾ വീട്ടിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. നിന്നെ കാണുവാനായിട്ട് ഒരാൾ വന്നിട്ടില്ലായിരുന്നു, അയാൾ നിന്നോട് എന്താണ് സംസാരിച്ചു എന്നൊക്കെ സോൾ ചോദിക്കുമ്പോഴത്തേക്കും അയാളും എന്നോട് നമ്പറൊക്കെ ചോദിച്ചു, പക്ഷെ ഞാനായിട്ട് നമ്പർ ഒന്നും കൊടുത്തില്ല എന്നൊക്കെ സഞ്ജയും അറിയിക്കുന്നു. നമ്മുടെയൊക്കെ ചുറ്റും ഒരുപാട് സ്കാമേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഇരിക്കെ അതും ഒരുപക്ഷെ സ്കാമർ ആയിരിക്കും. നീ അങ്ങനെ ആളുകളുടെ ഇടയിലൊന്നും പോയി വീണേക്കരുതെന്നൊക്കെയാണ് അവളും പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഞാനൊരു കുട്ടിയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനും അതിനൊക്കെ എതിർത്തും സംസാരിക്കുന്നു. അവനും ഇപ്പോൾ അവൾക്കൊരു ഫോണൊക്കെ നൽകുകയാണ്. അത് കാണുന്ന അവളും കൂടുതലായിട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നീ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് ഒക്കെ നൽകുവാനായിട്ടായിരുന്നോ അത്രയും പേരുടെ മുമ്പിൽ പോയി പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നത്? ഞാൻ നിനക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തു തന്നിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്ക് ഫോൺ ഇല്ലാത്തത് കൊണ്ട് വിഷമമാകുമെന്ന് വിചാരിച്ചാണോ നീ ഇതൊക്കെ ചെയ്തത്? അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുവാൻ പാടില്ല. നീ മറ്റുള്ള ആൾക്കാരെ കുറിച്ച് ഒന്നും തന്നെ ഓർക്കണ്ട. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. മറ്റുള്ള ആൾക്കാരോട് തുറന്നു പറയാൻ പോലും സാധിക്കാത്ത രീതിയിൽ നീ ഒരിക്കലും സ്ട്രഗിൾ ചെയ്യുവാൻ പാടില്ല. നീ അങ്ങനെ സഹിച്ച് പിന്നെ ഉറങ്ങുവാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലൊക്കെ നീ എത്തുന്നതായിരിക്കുമെന്നൊക്കെ സോളും സഞ്ജുയോട് പറയുന്നു. പക്ഷെ അവൾ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്നൊന്നും തന്നെ അവനും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. നീ കുറച്ചുകൂടി സെൽഫിഷ് ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ നിന്റെ സന്തോഷം എന്താണെന്ന് കണ്ടെത്തണം. അവിടെയാണ് നീ വിജയിക്കുക എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും ഞാൻ ഇത് നിനക്ക് തന്നുപോയി, നിനക്ക് വേണ്ടെങ്കിൽ ഇത് നീ ഉപേക്ഷിച്ച് കളഞ്ഞേക്കുവാനൊക്കെ പറഞ്ഞ് അവളുടെ അടുത്ത് ദേഷ്യപ്പെട്ട് അവനും പോകുന്നു. സിഒയും സഞ്ജയ്ക്ക് കാർഡൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അവനും ഇപ്പോൾ അതൊക്കെ എടുത്ത് മേശപ്പുറത്തും വെക്കുന്നു. സോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് സഞ്ജയ് ഇരിക്കുമ്പോഴത്തേക്കും സഞ്ജയ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു സോളും ഓർക്കുന്നത്. അവളും ആ ഒരു ഫോണൊക്കെ എടുത്തു നോക്കുന്നു. പിറ്റേ ദിവസം സോള് MP3 ഒക്കെ ഓൺ ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ നേരത്തെ റെക്കോർഡ് ചെയ്ത ആ ഒരു കാര്യങ്ങൾ, അതായത് അവൾ മദ്യപിച്ചതിന് ശേഷം സ്വിമ്മിംഗ് പൂളിൽ വിളിച്ച് സംസാരിച്ച ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അവൾ വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നത്. അവളും അതൊക്കെ നിർത്തുവാനായിട്ട് നോക്കുന്നു. പെട്ടെന്ന് ക്രോസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന അവളും വണ്ടിയൊക്കെ വരുന്നത് കാണുമ്പോഴത്തേക്കും ഒരടി പിറകോട്ടൊക്കെ നടക്കുന്നു. പക്ഷെ അതിനു മുമ്പായിട്ട് അവളുടെ മുമ്പിലൊക്കെ വന്ന് നിൽക്കുകയാണ് സഞ്ജയും. നീ എന്നെക്കുറിച്ച് മാത്രം ആലോചിക്കുവാനല്ലായിരുന്നോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നീയും ടൈസങ്ങിന്റെ അടുത്ത് നിന്നും ബ്രേക്കപ്പ് ആകുമോ എന്നൊക്കെയാണ് സഞ്ജയ് ചോദിക്കുന്നത്. ഈ ഒരു സമയത്താകട്ടെ സഞ്ജയും നേരത്തെ അവളെ ഇഷ്ടമാണെന്നൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതും അവൾ കേൾക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഞെട്ടി നിൽക്കുകയാണ് അവളും. ആ ഒരു സീനോട് കൂടിയാണ് ലവ്ലി റണ്ണറിന്റെ 5ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.